أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. بسم الله والقدرة والشان عظيم البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم نشأ نكن لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. جلك صلاة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ജിസ്തിയ മജ്ലിസിൻ്റെ എല്ലാ മാസവും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ അവറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ദീനിനും സുന്നത്ത് ജമാഅത്തിന് ദീർഘകാലം നമുക്ക് നേതൃത്വം വഹിക്കുവാനും അവരുടെ തണലിലായി ദീർഘകാലം പ്രവർത്തിക്കുവാനും സാധുക്കളായ മുഅ്മിനീങ്ങളായ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സ്റ്റേജിലുള്ള സയ്യിദുമാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, സദസ്സിൽ ഇരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനാത്തുകൾ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആശുറാഇൻ്റെ നോമ്പ് വളരെയധികം പ്രോത്സാഹിക്കപ്പെടുന്ന, വളരെയധികം മഹത്വമുള്ള നോമ്പനുഷ്ഠിക്കുകയും ആ നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറന്ന് ഈ സദസ്സിലിരുന്ന് ഇസ്ലാമിൻ്റെ ജീവനാടിയായ ഇൽമ് പറയുവാനും കേൾക്കുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ആഖിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ സദസ്സിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ പ്രത്യേകമായി പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് മുടിപ്പൂയിലെ ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മാതാവിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. ഈ പരിശുദ്ധമായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ദിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിലുള്ള ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഹുർമത്ത് കൊണ്ട്
ആ ഉമ്മയുടെ എല്ലാ രോഗങ്ങളെയും നിശിഫയാക്കണം റഹ്മാനെ. അതുപോലെ കോളിയൂർ പദവിലെ ഒരു സ്ത്രീകൾ ആയിഷുമ്മ എന്ന് പറയുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണുങ്ങൾ പ്രത്യേകമായിട്ട് ഉംറ പോവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീയുടെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അല്ലാഹുവേ ഈ സദസ്സിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ നികത്തി കൊടുക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് പല ജാതി ഉദ്ദേശങ്ങളുണ്ട് അല്ലാഹുവേ. അവരുടെ എന്തെല്ലാം മുറാദുകളുണ്ടോ എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. നമ്മളെയും നമ്മുടെ മക്കളെയും നിന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. മരണപ്പെട്ടു പോയവരുണ്ട് നമ്മുടെ കുടുംബത്തിലും അതുപോലെ നമ്മുടെ പരിചയത്തിലും. ഇന്നലെ ദബ്ബേലി എന്ന് പറയുന്ന പാവൂർ നാട്ടിലെ ഒരാൾ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട്, നൗഫൽ ദബ്ബേലി എന്ന് പറയുന്ന ആള് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം, ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണം റഹ്മാനെ. ഷഹീദിന്റെ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. അതുപോലെ നമ്മളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികളിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു മുഹറം മാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമെന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മാസം, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. ഈ ആകാശങ്ങളെ ഭൂമികളെ പടച്ചത് മുതൽക്ക് അള്ളാഹു സംവിധാനിച്ചതായ 12 മാസങ്ങൾ. ആകാശങ്ങൾ എപ്പോഴാണോ സൃഷ്ടിച്ചത്, ഭൂമികളെ എപ്പോഴാണോ സൃഷ്ടിച്ചത്, അന്നു മുതൽക്ക് തന്നെ ഈ 12 മാസം നിലവിലുണ്ട്. എന്നാൽ ഈ 12 മാസത്തിലെ 4 മാസങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 4 മാസമാണ്. 3 തുടരെയായി വരുന്ന 3 മാസം, പിന്നൊന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു മാസം, റജബ് മാസം. അത് വേറിട്ട് നിൽക്കുന്നു. അത് വളരെയധികം അള്ളാഹു ബഹുമാനം കൽപ്പിച്ചതായ മാസമാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും അത് 3 തുടരെയായി വരുന്ന മാസങ്ങളാണ്. അള്ളാഹു വളരെയധികം മഹത്വം കൽപ്പിക്കപ്പെട്ട മാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. മാത്രമല്ല, സ്വന്തം പിതാവിനെ കൊന്ന ആൾ നേരെ എതിരിൽ കണ്ടുമുട്ടിയാലും അവന് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അത്രയും വളരെയധികം മഹത്വം കൽപ്പിക്കപ്പെടുന്ന മാസം. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. പ്രത്യേകിച്ചിട്ട് അക്രമം ഒരിക്കലും പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല, ഏത് വിധത്തിലും പാടില്ല. കൗടുംബികമായിട്ടും സാമ്പത്തികമായിട്ടും ഏത് വിധത്തിലാണെങ്കിലും ഒരാളെയും നാം ആക്രമിച്ചുകൂടാ. എന്നാൽ ഈ പ്രത്യേകമാക്കപ്പെട്ട ഈ മാസത്തിൽ, ഈ മാസത്തിനെ കണക്കിലെടുത്തുകൊണ്ട് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഒരിക്കലും അക്രമം ചെയ്തു പോകരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നു. ഈ പരിശുദ്ധമാക്കപ്പെട്ട ആശുറാഇന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജൂതന്മാർ കണ്ടുമുട്ടുകയാണ്. ജൂതന്മാരോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലയോ യഹൂദികളെ, നിങ്ങൾ എന്തിനാണ് ഇന്നത്തെ ദിവസത്തിൽ നോമനുഷ്ഠിക്കുന്നത്? അപ്പോൾ ജൂതന്മാർ പറഞ്ഞു, അൻജല്ലാഹു ഫീഹി മൂസാ, കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും
ഫിർഔനിനെ കടലിൽ മുക്കിക്കൊന്ന ഈ ഒരു ദിവസം നമ്മൾ ആഹ്ലാദിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഓ സ്വഹാബാ, ഇബാദത്തിന്റെ കാര്യത്തിൽ നാം അവരോട് തുല്യത ഉണ്ടാകാൻ പാടില്ല. ഖാലിഫുൽ യഹൂദ വന്നസാറ, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ എല്ലാ നിലക്കും നിങ്ങൾ എതിരാകണം. അതായത് അവർ ആശുറാഇന്റെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിനെ എതിർ പ്രവർത്തിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ അതാ മുഹറമിന്റെ 9ാമത്തെ നോമ്പും കൂടി അനുഷ്ഠിക്കണം. എല്ലാവരും ആ നോമ്പ് അനുഷ്ഠിച്ചവരായിരിക്കാം. അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ, അടുത്ത കൊല്ലം ഞാൻ ജീവനോട് ബാക്കിയാവുകയാണെങ്കിൽ മുഹറമിന്റെ 9ാമത്തെ ദിവസം കൂടി ഞാൻ നോമ്പ് അനുഷ്ഠിക്കും. ഓ സ്വഹാബാക്കളെ, മുഹറമിന്റെ 9ാമത്തെ ദിവസവും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് പ്രത്യേകമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നഹ്നു അഹഖു ബിമൂസ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആളുകൾ നമ്മളാണ്. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ക്ഷമയെ ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ക്ഷമിക്കാറുണ്ട്. തന്റെ സമുദായത്തിൽ വരുന്ന പ്രയാസങ്ങൾ അത് ഏറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ക്ഷമയെ ഓർക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ് സബർ, ക്ഷമ എന്നുള്ളത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ആരാണോ ക്ഷമിക്കുന്നത് അവർക്കാണ് അല്ലാഹുവിന്റെ പ്രതിഫലങ്ങൾ നൽകപ്പെടുക. ക്ഷമ 3 വിധത്തിലുണ്ട്. ഒന്ന് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, 2 അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്, 3ാമത്തേത് അസ്സബ്റു അലൽ മസായിബ്. മഹാന്മാർ പഠിപ്പിച്ചു നാം ക്ഷമയുള്ളവരായി മാറണം. ഉസ്ബിറു വസാബിറു വറാബിതു. ഓ മുഅ്മിനീങ്ങളെ, ഓ തഖ്വയുള്ള മുത്തഖീങ്ങളെ, നിങ്ങൾ ക്ഷമയുള്ളവരാകണം. പലതിലും നമ്മൾ ക്ഷമിക്കണം. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഇബാദത്തിൽ നാം ക്ഷമിക്കുന്നവരാകണം. നമ്മളുടെ ഇബാദത്ത് ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ നിസ്കാരം, അതിൽ ക്ഷമയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നിങ്ങൾ സഹായം തേടണം. ഏതുകൊണ്ട്? നിസ്കാരം കൊണ്ട് നാം അല്ലാഹുവിനോട് സഹായം തേടണം. അതുകൊണ്ടല്ലേ ഇസ്തിഖാറത്ത് നിസ്കാരം, ഹാജത്തിന്റെ നിസ്കാരം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവപ്പെടുമ്പോൾ 2 റക്അത്ത് നിയ്യത്ത്, ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കാം. അല്ലെങ്കിൽ നിസ്കാരം നേർച്ച വെച്ച് കണ്ട് എന്താക്കാം, നമുക്ക് നിസ്കരിച്ചാൽ ആ നമസ്കാരത്തിന്റെ ഫലം, അതിന്റെ പവർ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. കാരണം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. സബർ, അത് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും നോമ്പനുഷ്ഠിച്ചുകൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. അതുപോലെ നിസ്കാരം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. വഇന്നഹാ ലകബീറത്തുൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസമുള്ളതാണ്, മടി തോന്നിക്കുന്ന ഒരു ഇബാദത്താണ്. ആർക്ക്? ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉള്ള അല്ലാഹുവിന്റെ ഭയഭക്തിയുള്ള ആളുകൾക്ക് അത് പ്രയാസമല്ല. ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് അത് വളരെയധികം പ്രയാസമാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്.
ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഇബാദത്തുകൾ നാം ഉറപ്പോലെ ചെയ്യുമ്പോ നമുക്ക് അതിൽ ക്ഷമ വേണം. അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്. അതുപോലെ അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്. ഹറാമുകൾ തൊട്ട് നാം മാറി നിൽക്കണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. കളവ് പറയരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അതുപോലെ അക്രമം ചെയ്യരുത്. കള്ളു കുടിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ശിക്ഷ എന്തറിയോ? തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ അവർക്ക് കുടിപ്പിക്കപ്പെടും, കള്ളു കുടിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ തീനത്തുൽ ഖബാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറഖു അഹ്ലിന്നാർ. മറ്റൊരു റിവായത്തിൽ സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ ചീഞ്ചലമാണ്, നരകക്കാരുടെ വിയർപ്പാണ്. നാളെ ആഖിറത്തിൽ ഈ ദുനിയാവിൽ കള്ളു കുടിച്ച് ജീവിച്ചതായ ആളുകൾക്ക് കുടിപ്പിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ള യുവാക്കളെ, നാം എല്ലാ മാദകമായ ദ്രവ്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം. എല്ലാവിധ കള്ള് പല രീതിയിലും ഇന്ന് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ചില ചോക്ലേറ്റിന്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ കുട്ടികൾ മുതൽക്ക് മാദകമായ ദ്രവ്യങ്ങൾ കൊടുത്തുകൊണ്ട് വളർത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ അധികം ഡ്രഗ്സുകൾ, അതുപോലെ ഭംഗികൾ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ തെറ്റിൽ നിന്നും നാം മാറി നിൽക്കണം. പ്രത്യേകിച്ച് അക്രമം എന്ന് പറയുന്നത്, ഈ അക്രമം എന്ന് പറയുന്നത് അല്ലാഹുമായിട്ടുള്ള അക്രമമുണ്ട്, മനുഷ്യനുമായിട്ടുള്ള അക്രമമുണ്ട്. അല്ലാഹുമായിട്ടുള്ള അക്രമം എന്താണ്? അത് ശിർക്കാണ്, അതുപോലെ കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി സിഹ്ർ ചെയ്യുക എന്നുള്ളത് അത് കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, ബന്ധോഷമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹുമായി ബന്ധപ്പെട്ടുള്ള അക്രമങ്ങളാണ്. ഒരിക്കലും അക്രമത്തിൽ നാം ഏർപ്പെടരുത്. അതുപോലെ മനുഷ്യവുമായി ബന്ധപ്പെടുന്ന അക്രമങ്ങളുണ്ട്. ആ അക്രമങ്ങളിൽ നിന്നെല്ലാം നാം മാറി നിൽക്കണം. അതായത് ഒരാളെയും നാം വെറുതെ അടിച്ചുകൂടാ, ഒരാളെയും നാം കൊന്നുകൂടാ. കൊല നടത്തൽ ഹറാമാണ്, നിഷിദ്ധമാണ്, ബന്ധോഷമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നു. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള കോടാനുകോടി മനുഷ്യന്മാരെ കൊന്നതിന് തുല്യമാണ്. എന്നാൽ കൊല്ലുന്നതിന് പകരം, ആ കൊലക്ക് പകരമായിട്ട് ഒരു ജീവൻ അവൻ ഭക്ഷിച്ചാൽ, അതായത് മാഫ് നൽകിയാൽ, കോടാനക്കോടി ജനങ്ങൾക്ക് അവൻ മാഫ് ചെയ്തത് പോലെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ആരെയും ആക്രമിക്കാൻ പാടില്ല, ഗുണ്ടായിസം നടത്താൻ പാടില്ല, റൗഡിസം നടത്താൻ പാടില്ല, ഒരാളെയും ഭയപ്പെടുത്താൻ പാടില്ല. ഭീകരവാദം, തീവ്രവാദം ഇസ്ലാം ഒരിക്കലും അനുകൂലിക്കുന്നില്ല. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഗുണത്തിന്റെ മേലിലും തഖ്വയുടെ മേലിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. ഒരു മദ്രസ കെട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തടസ്സം നിൽക്കണ്ട. നിന്റെ കഴിവിന്റെ പരമാവധി തടി കൊണ്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ മനസ്സുകൊണ്ടോ നീ സഹായിക്കുക. അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സാ വാച കർമ്മണ നീ സഹായിക്കുക. നല്ലത് ഏത് കാര്യമുണ്ടോ അതിൽ നീ സഹായിക്കുക. എന്നാൽ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ,
തെറ്റായ കാര്യത്തിന് വേണ്ടി ഒരാൾ ക്ഷണിച്ചാലോ, റോഡിസമിന് വേണ്ടി ഒരാൾ ക്ഷണിച്ചാലോ അതിനെ ഒരിക്കലും നീ കൂട്ടുനിൽക്കണ്ട, അക്രമത്തിൽ പെട്ടുപോകണ്ട. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, പ്രത്യേകിച്ച് ഈ മാസത്തിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെ നിങ്ങൾ ആക്രമിക്കരുത്. എങ്ങനെയാണ് സ്വന്തം ശരീരത്തിനെ ആക്രമിക്കുക? ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആ ശരീരം നരകത്തിലേക്ക് ബന്ധപ്പെടുകയാണ്. അപ്പൊ സ്വന്തം ശരീരത്തിനെ ഒരാൾ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് ഇടാൻ ഒരാൾ മനസ്സ് സമ്മതിക്കുമോ? ഇല്ലല്ലോ. എന്റെ സ്വന്തം ശരീരത്തിനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഞാൻ ശ്രമിച്ചാൽ ഞാൻ സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന അക്രമമല്ലേ? അതുകൊണ്ട് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഒരിക്കലും അക്രമത്തിൽ പെട്ടുപോകാൻ പാടില്ല. പലതിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബപരമായിട്ടും നാം ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ അനുസരിക്കുന്ന വിഷയത്തിലും നാം അക്രമം വന്നു പോകുന്നു. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ ഹറാമാണ്, അക്രമമാണ്. മാതാപിതാക്കളോട് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന വാക്ക് പോലും നാം പറഞ്ഞു പോകരുത്. അവർക്ക് വേജാറാകുന്ന ഒരു വിഷയം പോലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് വന്നു പോകരുത്. അത് അക്രമമാണ്, മാതാപിതാക്കളോട് ചെയ്യുന്ന അക്രമം. അതേപോലെ നാം മക്കളെ മുസ്തഖീമായ വഴിയിൽ നാം വളർത്തിയില്ലെങ്കിൽ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ കാരണം കൊണ്ടാണ് മക്കൾ നന്നാവുക. മാതാവ് ആ മക്കളെ ജൂതനാക്കാനും കഴിയും, ക്രിസ്ത്യാനിയാക്കാനും കഴിയും, തീയാരാധനാക്കാനും കഴിയും, ഇസ്ലാം ദീനിൽ നല്ല ചിട്ടയോട് കൂടെ വളർത്താനും അവനിക്ക് കഴിയും. അതുകൊണ്ട് ഓ മാതാപിതാക്കളെ, നമ്മൾ നമ്മുടെ മക്കളെ നല്ല നിലയിൽ നാം വളർത്തണം. ഇല്ലെങ്കിൽ നാം നമ്മുടെ മക്കളോട് ചെയ്യുന്ന അക്രമമാണ്. അതുപോലെ ഭർത്താവ് ഭാര്യയെ എന്താക്കണം? നല്ലോണം റെസ്പെക്ട് കൊടുക്കണം. ഭർത്താവ് ഭാര്യക്ക് റെസ്പെക്ട് കൊടുക്കണം. അതുപോലെ ഭാര്യക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, ചെലവിന് കൊടുക്കണം. അതുപോലെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അതേ അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളെക്കാളും നല്ല കവിയുള്ള ഖുവ്വത്തുള്ള ആളുകളാണ്. അതായത് സ്ത്രീകൾ പുരുഷന്മാരെ അനുസരിക്കണം, ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. അത് നിർബന്ധമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇദാ സല്ലത്തിൽ മർഅതു വസ്വാമത്, ഇദാ സല്ലത്തിൽ മർഅതു വസ്വാമത്, അതുപോലെ വഹസ്സനത് ഫർജഹാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൃത്യമായി ഒരു പെണ്ണ് നമസ്കരിക്കുകയും അവളുടെ മാസത്തിൽ വസ്വാമത്ത് ഷഹ്റഹാ, അവളുടെ മാസത്തിൽ അവൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. വഹസ്സനത് ഫർജഹാ, അവളുടെ ഗുഹ്യസ്ഥാനം അവൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ച് ജീവിച്ചു. എന്നാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു. മറ്റൊരു ഹദീസിൽ കാണാം, നീ ഏതൊരു സ്വർഗത്തിലേക്ക് പോകുന്ന 8 കവാടത്തിൽ ഏത് വാതിലൂടെയെങ്കിലും നീ കടക്കാം. ബാങ്ക ബാങ്ക ഇല്ലല്ലേ? إذا صلت المرأة وصامت شهرها وحسنت فرجها
വഅതാഅതു സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുകയും അവളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുകയും അതുപോലെ നിസ്കാരം നോമം ഉറപ്പോലെ നിർവഹിക്കുകയും ചെയ്തതായ സ്ത്രീ, അവൾ നിസ്സംശയം അവൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു ഭർത്താവിനെ ഒരു സ്ത്രീ അനുസരിച്ചില്ല എങ്കിൽ അത് അക്രമമാണ് ചെയ്യുന്നത്. എത്രത്തോളം ഒരു ഭർത്താവ് നാട്ടിൽ വീട്ടിലിരിക്കെ ആ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഈ ഭാര്യ നോമനുഷ്ഠിക്കാൻ പാടില്ല. ഈ പെണ്ണിന്റെ വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് മറ്റൊരുത്തനെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ കയറ്റാൻ പാടില്ല. ഇങ്ങനെ അക്രമങ്ങൾ പറഞ്ഞാൽ തീരുമോ? എത്രയോ ഉണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ. ആരെയും ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മത്തുൽ ഗനിയ്യ ദുൽമുനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇത്തഖുൽ ദുൽമ ഫഇന്നഹു ദുലുമാതുൻ യൗമൽ ഖിയാമ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അക്രമത്തിനെ ഭയപ്പെടണം. കാരണം ما في السماوات وما في الأرض الذي يشفع إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മത്തുലുൽ ഗനിയ്യ ദുൽമുൻ, ഒരാളിൽ നിന്ന് കടമെടുത്തതിന് ശേഷം ആ കടം വീട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവൻ പറയുന്നു ഞാൻ നാളെ തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് സ്വീപ്പാക്കുന്നു അല്ലേ എന്ന് പറയാ, സ്വീപ്പാക്കുന്നു. മത്തുലുൽ ഗനിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പണക്കാരൻ, അതായത് കടം കൊടുക്കാനുള്ള ശേഷിയുള്ളവൻ സ്വീപ്പാക്കൽ അത് ദുൽമാണ്, ഹറാമാണ്, അക്രമമാണ്. ആരിൽ നിന്ന് നാം കടമെടുത്തിട്ടുണ്ടോ അത് നിശ്ചിത അവധിയിൽ നാം കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ അവനോട് വീണ്ടും ചോദിച്ചുകൊണ്ട് അവധി വാങ്ങണം. അങ്ങനെ എത്രയും പെട്ടെന്ന് നാം കടം തീർക്കണം. നാം എപ്പോൾ മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
2 മയ്യിത്തിന്റെ മേലിൽ നമസ്കരിച്ചിട്ടില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകത്തിനാകമാനം റഹ്മത്തായി വന്ന ഹബീബുനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കടമെടുത്ത ആളുടെ മേലിൽ നമസ്കരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ആ മയ്യിത്തിന്റെ മേലിൽ നമസ്കരിച്ചില്ല. അപ്പൊ ആത്മഹത്യ വളരെയധികം ഗൗരവമുള്ളതാണ്. മറ്റൊരാളിൽ നിന്ന് കടമെടുക്കുമ്പോൾ വളരെയധികം നാം ശ്രദ്ധിക്കണം. വീട്ടാൻ കഴിയുമോ എന്ന് ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നാം കടമെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നാം ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ബനൂ ഇസ്രായേൽ നടന്ന ഒരു സംഭവമാണ്. അക്രമവുമായി ബന്ധപ്പെടുമ്പോൾ ഒരു ചരിത്രം എനിക്ക് ഓർമ്മ വന്നു. അതായത് ബനൂ ഇസ്രായേലിലെ ഒരാൾ എപ്പോഴും മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരവസരത്തിൽ അദ്ദേഹത്തിന് നല്ല വലിയ മീൻ അദ്ദേഹത്തിന് കിട്ടി, ഒരു മത്സ്യം. ആ മത്സ്യം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം വിചാരിച്ചു, ഇത് ഞാൻ വിൽക്കുന്നതിന് പകരം എനിക്ക് വീട്ടിൽ തന്നെ കൊണ്ടുപോയി നല്ല കറിയാക്കി കൂട്ടാം. അങ്ങനെ ആ മത്സ്യം എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെടാനിരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മത്സ്യം, ഈ മീന് എനിക്ക് തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിക്ക് കാശ് തരാം. എത്ര തരും? അപ്പോൾ അദ്ദേഹം വളരെയധികം തുച്ഛമായ വില, വളരെ കുറഞ്ഞ വില നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. ഇത്രയും വലിയ മത്സ്യത്തിന് ചെറിയ വില നൽകിക്കൊണ്ടാണോ നീ കൊണ്ടുപോകുന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും തരൂല എന്ന് പറഞ്ഞ് അദ്ദേഹം അതാ പോവാൻ ഇറങ്ങുമ്പോൾ ആ മത്സ്യം എടുക്കാൻ വേണ്ടി വന്ന ആള്, മത്സ്യം പിടിച്ച ആളെ ആക്രമിക്കുകയാണ്, അടിക്കുകയാണ്. എന്നിട്ട് അക്രമപരമായിട്ട് ആ മത്സ്യം എടുത്തുകൊണ്ട് വീട്ടിലതാ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളി, അതായത് മത്സ്യം പിടിച്ച ആളിന് വല്ലാത്ത ബേജാറായി, വല്ലാത്ത ദുഃഖമായി, മനസ്സ് പൊട്ടി. അദ്ദേഹം അല്ലാഹുവിനോട് ഖേദിച്ചു, ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ ഒരു ബലഹീനനായ ഒരു മനുഷ്യനാണ്, ഒന്നിനും കഴിവില്ല, ശക്തിയില്ല. പക്ഷേ എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മേൽ ആക്രമിച്ചു പോയതായ ആൾക്ക് ഏതെങ്കിലും ഒരു വഴി നീ കാണിക്കണേ അല്ലാഹ് എന്ന് അദ്ദേഹം ദുആ ചെയ്തു പോയി. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇത്തഖൂ ദഅവതൽ മഗ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മർദിതന്റെ ദുആഇനെ നീ സൂക്ഷിക്കണം. ആക്രമിക്കപ്പെട്ട ആളുടെ ദുആ നീ സൂക്ഷിക്കണം. അവൻ എന്ത് ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. ആ ആക്രമിക്കപ്പെട്ട ആളുടെ ദുആഇന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു ഹിജാബുമില്ല, ഒരു മറയുമില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച വ്യക്തിയായതുകൊണ്ടാണ് കലീമുല്ലാഹ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 70,000 മറകൾക്ക് അപ്പുറമായിരുന്നു സംസാരിച്ചിരുന്നത്. 70,000 മറകൾക്ക് അപ്പുറമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യജമാനനായ അല്ലാഹുവിനോട് സംസാരിച്ചിരുന്നത്. എന്നാൽ മദ്ലൂമിന്റെ ദുആ അങ്ങനെയല്ല. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. ഓ സഹോദരന്മാരെ, ഓ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഉമ്മമാരെ, എല്ലാ വിഷയത്തിലും നാം അക്രമത്തിനെ നാം സൂക്ഷിക്കണം. ഫഇന്നൽ ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ.
കാരണം അക്രമം എന്ന് പറയുന്നത് ആഖിറത്തിൽ അത് ഇരുട്ടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആ ദുആഇന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുമില്ല. അല്ലാഹു ആ ദുആഇനെ സ്പോട്ടിൽ തന്നെ സ്വീകരിക്കുകയാണ്. ആയതുകൊണ്ട് മർദിതന്റെ ദുആഇനെ തൊട്ട് നാം സൂക്ഷിക്കുന്നവരാകണം. അങ്ങനെ ഈ മത്സ്യം കൊണ്ടുപോയ ആള് വീട്ടിൽ നല്ല കറി വെച്ച് ഈ മീൻ തിന്നാൻ തുടങ്ങി. നല്ല വയറു നിറഞ്ഞു. അവസാനമായ ഒരു കഷ്ണമങ്ങ് തിന്നുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുവിരലിൽ അത് തറച്ചുപോയി. അദ്ദേഹം അന്ന് ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസമാകുമ്പോൾ അത് സെപ്റ്റിക് ആയിരിക്കുകയാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ചെറിയ മരുന്നെല്ലാം എടുത്തു വന്നു. പക്ഷേ അതിന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ വിരൽ നിങ്ങൾ മുറിച്ചിട്ടില്ല എങ്കിൽ അതങ്ങനെ പകർന്ന് മറ്റുള്ള വിരലുകളിലേക്കും എന്താകും, പാസ്സാകും. അദ്ദേഹം ആ വിരൽ മുറിച്ചു കളഞ്ഞു. ഒരു വിരൽ മുറിച്ചു കഴിഞ്ഞപ്പോഴും ആ വേദന അവസാനിച്ചില്ല. ആ പുണ്ണ് ഉണങ്ങിയില്ല. വീണ്ടും മറ്റൊരു വിരലിൽ. അങ്ങനെ 5 വിരലും അവൻ കട്ട് ചെയ്യുകയാണ്. 5 വിരലും കട്ട് ചെയ്തതിന്റെ ശേഷം ഏതോ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, നീ ഇങ്ങനെ കയ്യിന്റെ തണ്ടും അതുപോലെ മുഴങ്കയും അതുപോലെ തോളങ്കയും ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ കൈകളും അതുപോലെ അവയവങ്ങളും നീ മുറിച്ചെടുക്കുകയാണോ? അല്ല, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് ഒരു മത്സ്യം അക്രമമായി ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് നീ മാഫ് ചോദിക്കാത്ത കാലത്തോളം നിന്റെ പുണ്ണ് വണങ്ങൂല. അങ്ങനെ ഈ മനുഷ്യൻ പെട്ടെന്ന് ആ മത്സ്യത്തൊഴിലാളിയുടെ അടുത്ത് പോയി അതാ കേണഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹം മാഫ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പുണ്ണുകളെല്ലാം ഉണങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വളരെയധികം ചിന്തിക്കാനുണ്ട്. ഈ ഹദീസുകളും ആയത്തുകളും പറയുമ്പോൾ നാം വളരെയധികം നമ്മുടെ ജീവിതത്തിന് നാം തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ അക്രമം വന്നു പോകാറുണ്ട്. ഒരിക്കലും നാം ഒരാളെയും ഒരു നയാ പൈസ കൊണ്ടും നാം ആക്രമിച്ചുകൂടാ. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം, അതുപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിൽ അല്ലാഹു തആല നമുക്ക് ചെയ്തതായ സന്ദേശമാണ് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ വളരെയധികം ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നടന്നതായ മാസങ്ങളാണ് ഈ മാസം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ അങ്കുറമിട്ട മാസവും ആശുറാഇന്റെ ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ അങ്കുറമിട്ടത്. അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിന്ന് മോചിതനായതും ഈ ആശുറാഇന്റെ 10-ലാണ്. ബഹുമാനപ്പെട്ടവരുടെ വളരെയധികം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏത് വിഷയത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹു തആല പരിഗണിക്കുകയില്ല. അതിൽ ഒരുപാട് മുഫസ്സിരീങ്ങൾ പല തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ദീനിലേക്ക് നിങ്ങൾ ദഅവത്ത് ചെയ്തില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ ഒരിക്കലും പരിഗണിക്കൂല. അതുപോലെ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിയില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. മറ്റൊരു തഫ്സീർ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചില്ല എങ്കിൽ നിങ്ങളെ അല്ലാഹു തആല പരിഗണിക്കുകയില്ല. നാം എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നവരാകണം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാഠം അതാണ് നമുക്ക് നൽകുന്നത്. ഈ പരിശുദ്ധമായ സദസ്സ്
ദിക്റിന്റെ മജ്ലിസാണ്, ജിസ്തിയ മജ്ലിസാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ജലാലുദ്ദീൻ ജമലുല്ലൈലി തങ്ങളവറുകൾ നേതൃത്വം നൽകുന്ന സദസ്സാണ്. ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവവും അതുപോലെ അവരുടെ മഹത്വവും നമുക്കെല്ലാവർക്കും അറിഞ്ഞതാണ്. അവരുടെ ആ ഒരു പിരിസം വെച്ചുകൊണ്ടാണ് നാം ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. തങ്ങളവറുകളുടെ ആ മഹനീയമായ നേതൃത്വത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യബയറ്റിൽ കുടുങ്ങിയ സന്ദർഭത്ത് ചൊല്ലിയ ഒരു ദിക്റുണ്ട്. വനാദാ ഫീ ദുലുമാതിൻ അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ മത്സ്യത്തിന്റെ വയറ്റിലിരിക്കുമ്പോൾ ആ മത്സ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ, വിമോചിതനാകാൻ വേണ്ടി ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിക്റാണ് ചെയ്തത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. അല്ലാഹുവിന്റെ ദിക്റുകൾ നാം വർദ്ധിപ്പിക്കണം. വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. കൂടുതലായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാം ദിക്ർ ചൊല്ലുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ ദിക്ർ ഒരുപാട് തവണ ചൊല്ലിയപ്പോൾ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം ചെയ്തു. വനജ്ജൈനാഹു മിനൽ ഗമ്മി, അദ്ദേഹത്തിന്റെ വിഷമവും ദുഃഖവും ക്ലേശത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. വനജ്ജൈനാഹു മിനൽ ഗമ്മി, അതായത് ബേജാറിൽ നിന്ന് നാം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. പോരാ, വനജ്ജൈനാഹു മിനൽ ഗമ്മി എന്ന് പറഞ്ഞപ്പോ അതുപോലെ വനുൻജിൽ മുഅ്മിനി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്രകാരം ആരാണോ ദിക്ർ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നത്, ഇതുപോലത്തെ ദിക്റുകൾ ചൊല്ലിയിട്ട് ആരാണോ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് നബിനെ മാത്രമല്ല, ദിക്ർ കൊണ്ട് ആരാണോ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് അവരെയും നാം രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഏറ്റെടുത്തതാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇങ്ങനെ മഹാന്മാരായ അമ്പിയാക്കന്മാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആ തീക്കുണ്ടാരത്തിലുള്ള തീയിനെ കെടുത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു. എല്ലാ ജീവികളും ആ തീയെ കെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പല്ലി, നമ്മളെ വീടുകളിൽ കാണുന്ന പല്ലി എന്ന് പറയുന്ന ഒരു ജീവിയില്ലേ, ആ ജീവി എന്താണ്, ആ അഗ്നിയെ കെടുത്തുന്നതിന് പകരം അത് വീണ്ടും നല്ലോണം കത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഊതുകയാണ് ചെയ്തത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു പല്ലിനെ കണ്ടാൽ അതിനെന്താക്കണം, കൊല്ലണം. അത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അവരുടെ വീട്ടിൽ ഒരു വലിയൊരു കുന്തം, ഒരു സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ ആയിഷ ബീവിയെ, നിങ്ങൾ എന്തിനാണ് ഈ കൊന്തം വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് ഞാൻ പല്ലിനെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എല്ലാ ജീവികളും തീയെ കെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പല്ലി മാത്രമാണ് തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു തവള പോലും അത് ആ തീക്കുണ്ടാരത്തിൽ നിന്നുള്ള തീയെ കെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തവളയെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, പല്ലിയെ കൊല്ലണം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ. അപ്പൊ പറഞ്ഞു വന്നത്, ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിം,
എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് നിർദ്ദേശം തരികയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹുവിനോട് അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ട്. എനിക്ക് ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിനോടുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിൽ നാം വരുത്തണം. അതാണ് ഈ ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ. അല്ലാഹുവിന്റെ ഉറപ്പ് വേണം, റസൂലിന്റെ ഉറപ്പ് വേണം. പക്ഷേ നമുക്ക് ഉറപ്പാരുടേതാണ്? ഡോക്ടർമാരുടേത് മാത്രമാണ് ഉറപ്പ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറപ്പില്ല. എല്ലാം കഴിഞ്ഞ് ഡോക്ടർമാരും കൈവിട്ടാൽ അവസാനം വരുന്നത് അല്ലാഹുവിലേക്കാണ്. എല്ലാ വിഷയത്തിലേക്കും നാം ആദ്യം ചെല്ലേണ്ടത് അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കുമാണ്. പക്ഷേ നാം നമ്മുടെ യഖീനിന്റെ കുറവ് കൊണ്ട് നാം എല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാവരും കൈവിടുന്ന സന്ദർഭത്തിൽ നാം അല്ലാഹുവിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ എന്തെങ്കിലും പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചിന്ത. എവിടെ എത്തിപ്പോയി പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ തവക്കുല്, നമ്മുടെ യഖീൻ, നമ്മുടെ ഉറപ്പ് എവിടെ എത്തിപ്പോയി? അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ആ ജുനൈദുൽ ബഗ്ദാദിയെ 9 വർഷത്തോളം ഖിദ്മത്ത് ചെയ്തതായ ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ 9 വർഷം ഖിദ്മത്ത് ചെയ്തു, ഇനി ഞാൻ മറ്റൊരിടത്ത് പോവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കലിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള കാരണം എന്തെന്ന് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഖാദിം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് 9 കൊല്ലം 9 വർഷം നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്ന് ഒരു കറാമത്തും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു കറാമത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളെ വിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ മനുഷ്യ, ഞാൻ ഈ 9 വർഷത്തിന്റെ അവധിയുടെ ഉള്ളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച സുന്നത്തുകൾക്ക് എതിരായിട്ട് നാം വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്നത്ത് ഉപേക്ഷിച്ചതായി നിനക്ക് പറയാൻ പറ്റുമോ? പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു കൽപ്പിച്ചതായ നിർബന്ധമായ കാര്യങ്ങൾ, അതുപോലെ അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതായ നിർബന്ധവും അതുപോലെ സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ അവന്റെ മരണം വരെ എടുത്താൽ അത് തന്നെയാണ് കറാമത്ത്. അത് അല്ലാഹു തആല നൽകുന്ന എല്ലാവർക്കുമല്ല, പ്രത്യേകമായ ജനങ്ങൾക്ക് നൽകുന്ന മഹത്വങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും. അല്ലാഹു നന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിൽ വളരെയധികം സുപ്രധാനമായ സംഭവങ്ങൾ നടന്ന ഈ ഒരു മാസം, ഈ ആശ്റാഇന്റെ ഈ ഒരു ദിനത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും നോമ്പ് പിടിച്ച് നോമ്പ് തുറന്ന് വളരെയധികം ക്ഷീണിച്ചതുകൊണ്ട് ഇവിടെ ഉദ്ഘാടനവും മറ്റൊന്നും നടത്താതെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പെട്ടെന്ന് പ്രസംഗത്തിലേക്ക് കടക്കാനും എത്ര പെട്ടെന്ന് ദിക്ർ ചൊല്ലി നമുക്ക് പിരിയാനും അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നിർദ്ദേശിച്ചത് നിങ്ങൾ നോമ്പ് പിടിച്ച് ക്ഷീണിച്ചവരായതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്ന് അസർക്ക് തന്നെ നമുക്ക് സദസ്സാക്കിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് എന്തായില്ല, ഓർമ്മയായില്ല. അല്ലെങ്കിൽ അസറിൽ തന്നെ സദസ്സ് നടത്തി നമുക്ക് നോമ്പ് തുറന്ന് പിരിയാമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തെ സദസ്സുകൾ നാം നല്ല നിലക്ക് ഊർജ്ജസ്വലപ്പെടുത്തണം.
നാം ഈ സദസ്സിലേക്കെല്ലാം വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൽമിന്റെ സദസ്സ്, ദിക്റിന്റെ മജ്ലിസിൽ മലക്കുകൾക്ക് പോലും കാലിടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മലക്കുകൾക്ക് പോലും കാലിടാൻ സാധിക്കൂല. അത്രയും മലക്കുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ മലക്കുകളുടെ ആമീൻ നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ദുനിയാവും ആഖിറയും വിജയിച്ചു. അല്ലാഹു നമ്മുടെ മുഅ്മിനീങ്ങളിലും യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഈ ഒരു മജ്ലിസിൽ എല്ലാ നിലക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട പറയുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് തങ്ങളോട് പറയാനുള്ളത്, ദുആ ചെയ്യണം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ പലരുമുണ്ട്. കൂട്ടത്തിൽ മുടിപ്പുഴിലെ ഷിഹാബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് എല്ലാ സദസ്സിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. അതുപോലെ കോഴിയൂർ പദവ് മജീർപ്പള്ളിയിലെ ആയിഷുമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് വേണ്ടി ആ ഉംറ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ ഉമ്മയുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടി പ്രത്യേകമായി ഈ സദസ്സിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിട പറയുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകമായിട്ട് എൻ്റെ പിതാവ് മരണപ്പെട്ട് 5 മാസമായി. ആ പിതാവിന് വേണ്ടിയും അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി തങ്ങളവരുകൾ ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.